മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ്. മക്കളെടാ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ 9th ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഹാഫ് എ ഡേ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ടാണ്. അതായത് നമ്മുടെ ആ പയ്യൻ ഉണ്ടല്ലോ, ഹാഫ് എ ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമയം അതിവേഗത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഹാഫ് എ ഡേ അല്ലെ, ഒരു അലിഗോറിക്കൽ സ്റ്റോറിയാണ്. അപ്പം ഈ ഒരു സ്റ്റോറിയിൽ നമുക്കറിയാം ഒരു പയ്യൻ സ്കൂളിലേക്ക് പോകുന്നതാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. പക്ഷേ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ ആ പയ്യൻ ഒരു വലിയ മെച്ചോർഡായിട്ടുള്ള ഒരു മുത്തശ്ശനായിട്ട് മാറുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും സമയം അതിവേഗത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, മാറ്റങ്ങൾ അതിവേഗത്തിലാണ് സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഈ കഥയിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 7 മാർക്കിന് ചിലപ്പോൾ നറേഷൻ അല്ലെങ്കിൽ റൈറ്റപ്പ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന് 7 മാർക്കിൻ്റെ ഏത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സമ്മറി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മക്കൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ക്ലാസ് 9 ഇംഗ്ലീഷ് 2024-25 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും, കണ്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും ആ ചാപ്റ്ററിൽ ഒരുവിധം ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ എഴുതി വെച്ചാൽ മതി. അതായത് 6 മാർക്കിനോ 7 മാർക്കിനോ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ ആൻസർ എഴുതി വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇതേ ചാപ്റ്ററിൽ നിന്ന് ഒരു കോൺവെർസേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്, വരാൻ സാധ്യതയുള്ള കോൺവെർസേഷനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ആ പയ്യൻ സ്കൂളിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, ലവേഴ്സിനെ കിട്ടി, പുതിയ പുതിയ അറിവുകൾ കിട്ടി. ഇതെല്ലാം വെച്ചിട്ട് ആ കുട്ടി അന്ന് എഴുതുന്ന ഒരു ഡയറി, ഫസ്റ്റ് ഡേ അല്ലെ, സ്കൂളിലെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു ഡയറി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ഡയറിയാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതാ നോക്ക് മക്കളെ, വളരെ കുറച്ചുള്ള ഒരു സിമ്പിൾ ഡയറിയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 5-10 മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കുക. അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ മക്കളെ പെട്ടെന്ന് പരിപാടി തുടങ്ങാം. ഹിന്ദിയിലെ ഡയറി എഴുതുന്ന പോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എന്ത് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, മാസത്തിന്റെ പേര് ഇംഗ്ലീഷിൽ എഴുതുന്നു. ഹിന്ദിയിലാകുമ്പോൾ നമ്മൾ ഹിന്ദിയിലാണ് എന്ത് ചെയ്യുന്നത്, ജൂൺ ജൂലൈ എന്നൊക്കെ എഴുതിയിരുന്നത്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നു മാത്രം, എന്നിട്ട് വർഷം എഴുതുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാട്ടോ, ഡേറ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമ്മളൊരു ഡേ കൊടുക്കുന്നു, മൺഡേ. സ്കൂളിലുള്ള ദിവസമായതുകൊണ്ടാണ് മൺഡേ കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ട്യൂസ്ഡേയോ വെനസ്ഡേ ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറിയൊക്കെ നല്ല വൃത്തിയാക്കി ബോക്സിൽ വേണം വരയ്ക്കാൻ. ഇവിടെ ഞാൻ ബോക്സ് വരച്ചിട്ടില്ല, അപ്പോൾ നല്ല രീതിയിൽ ഒരു ബോക്സ് വരയ്ക്കണം. അപ്പോൾ താഴെയുള്ള ബോക്സ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് വരച്ചാൽ മതി. എന്തായാലും ഡയറി ഒരു ഫ്രഷ് പേജ് എടുക്കാം. ഞാൻ ഹിന്ദിയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഈ ഡയറി, പോസ്റ്റർ, ലെറ്റർ, പ്രൊഫൈൽ ഇതൊക്കെ ഒരു ഫ്രഷ് പേജിൽ എഴുതുന്ന നല്ലത്. നമുക്ക് സ്കൂളിൽ നിന്ന് വരുന്ന പേപ്പറല്ലടാ, അപ്പോൾ അതിലൊന്നും പിഷ്കത്തരം കാണിക്കേണ്ട. ഫ്രഷ് പേജിൽ എഴുതി അതിൻ്റെതായ വൃത്തി ഉണ്ടാവും, മുറിഞ്ഞു പോവാതെ അപ്പുറത്ത് 2 പേജിലായിട്ടൊന്നും വരാതെ നല്ല വൃത്തിയിൽ ഇത്. അതേപോലെ നോട്ടീസ് ഇതൊക്കെ അങ്ങനെ ഇരുന്നാണ് മാർക്ക് കൂടുതൽ കിട്ടാൻ സഹായിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരിപാടി തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്ക്. ഓക്കെ, ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മറക്കാനാവാത്തൊരു ദിവസമാണ് ഇന്ന്. ദെൻ ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ, ഇന്ന് എൻ്റെ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ദെൻ ഐ വെന്റ് വിത്ത് മൈ ഡാഡ്, ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെയായിരുന്നു പോയിരുന്നത്. ദെൻ ഹൗ ടെൻസ്ഡ് വാസ് ഐ, ഞാൻ എന്തൊരു ടെൻഷനിലായിരുന്നു, എത്രത്തോളം അസ്വസ്ഥനായിരുന്നു ഞാൻ. ഐ ഫെൽറ്റ് ദാറ്റ് ഐ വാസ് പണിഷ്ഡ്, എന്നെ എന്തോ ശിക്ഷിക്കാൻ കൊണ്ടുപോവാണ്, പണിഷ് ചെയ്യാൻ കൊണ്ടുപോകായിരുന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ദോ ഐ വാസ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ്, ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സിലായിരുന്നെങ്കിലും, ദോ എന്ന് പറഞ്ഞാൽ എങ്കിലും എന്നർത്ഥം. അപ്പോൾ ദോ ഐ വാസ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ്, ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു, പുതിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഡേ പോവുക. അങ്ങനെ ആയിരുന്നെങ്കിലും ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി, ഞാൻ അത്ര സന്തോഷത്തിലൊന്നും ആയിരുന്നില്ല. ചില കുട്ടികൾ അങ്ങനെയല്ലേ, സ്കൂളിൽ പോകുമ്പോൾ ഫസ്റ്റൊക്കെ ഭയങ്കര മടിയായിരിക്കും, കരയും പിടിക്കും അല്ലേ. അപ്പോൾ ഈ കുട്ടിയും അങ്ങനെ ആകെ ടെൻഷനിലായിരുന്നു. മൈ ഫാദർ ടോൾഡ് മീ ദാറ്റ്, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, സ്കൂൾ ഈസ് എ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ പീപ്പിളിനെ, ഉപകാരമുള്ള മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. അതായത് നല്ല നല്ല മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. അതാണല്ലോ സത്യം അല്ലേ. ദെൻ ഹി ഓൾസോ ടോൾഡ് മീ ദാറ്റ് ഇറ്റ് വാസ് മൈ ന്യൂ ലൈഫ്, ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിനക്കൊരു പുതിയ ജീവിതമാണ് എന്നും എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. ബട്ട് ഐ കുഡ്ന്റ് ബിലീവ്, പക്ഷേ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ദെൻ എന്താ, അറ്റ് സ്കൂളിലാണെങ്കിൽ ഐ ഗോട്ട് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്, എനിക്ക് ഒരുപാട് പുതിയ സുഹൃത്തുക്കളെ കിട്ടി, പുതിയ ടീച്ചേഴ്സിനെ കിട്ടി. ദെൻ ടീച്ചേഴ്സ് ട്രീറ്റഡ് മീ ലൈക്ക് പാരൻസ്, ഇനി എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ അതേപോലെ തന്നെയാണ് ഈ ടീച്ചേഴ്സും എന്നോട് പെരുമാറിയിരുന്നത്. ദെൻ ഐ പ്ലേഡ് എ വെറൈറ്റി ഓഫ് ഗെയിംസ്, ഞാനവിടെ പലതരത്തിലുള്ള ഗെയിംസ് കളിച്ചു. ദെൻ എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്, വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു. ദെൻ സ്റ്റഡീഡ് മെനി ലെസൺസ്, ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. ദെൻ നൗ, ഇപ്പോൾ ഐ റിയലൈസ്ഡ് ദാറ്റ് സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്, സ്കൂൾ ഒരു പണിഷ്മെൻ്റ് അല്ലെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. ദെൻ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹെവൻ, അത് ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമായ ഒരു സ്വർഗമാണ്. ദെൻ വിത്ത് ലോട്ട്സ് ഓഫ് ഫണ്ട്സ് ആൻഡ് നോളജ്, ഒരുപാട് അറിവുകളും ഒരുപാട് ഫണ്ട്സൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ സ്കൂൾ എന്ന് അങ്ങനെ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പം മക്കളെ മനസ്സിലായടാ എങ്ങനെ ഡയറി എഴുതാന്ന്? സിമ്പിൾ അല്ലടാ. സിമ്പിൾ ആണെങ്കിൽ മക്കൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കടാ. ഓക്കെ, അപ്പോൾ ഇനിയും ഈ ചാപ്റ്ററിൽ നിന്ന് 1-2 ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതുമായിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ
അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പം ഓൾ ദ ബെസ്റ്റ്.